ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് അച്ചാർ ഉണ്ടാക്കിയാലോ? വെറും അച്ചാറല്ല, നമ്മുടെ പഴുത്ത മാങ്ങ ഉപ്പിലിട്ടത് അച്ചാറാണേ. അപ്പം നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാമേ. നിങ്ങളെല്ലാവരും പച്ചമാങ്ങ ഉപ്പിലിട്ടത് അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരിക്കും. പഴുത്ത മാങ്ങയും ഇങ്ങനെ അച്ചാർ പോലെ ഉണ്ടാക്കും. ഇത് ഞാൻ ഉപ്പിലിട്ട പഴുത്ത മാങ്ങയാണ്. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് 5 പഴുത്ത മാങ്ങയാണ്. കഴിഞ്ഞ വർഷം ഞാനിത് ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ്. അപ്പം അത് ഉപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്. അകമെല്ലാം നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്. നമുക്ക് ഇത് ഒന്ന് അരിഞ്ഞെടുക്കാമേ. എന്താണ് ഈ മാങ്ങയെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുത്താലോ? അതിലൊരു മാങ്ങ അരിഞ്ഞപ്പം ഇത് കണ്ടോ, ഇതിനകം ഇങ്ങനെ ആയിരിക്കുന്നത് നല്ല സോഫ്റ്റാണ്. അതൊന്നും വെള്ളം വരുന്നത് കണ്ടോ. ഇനി ഈ മാങ്ങ മുഴുവൻ നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാൻ മാങ്ങ മുഴുവൻ ഇവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്തൊന്ന് വരുന്നത് കണ്ടോ, ഉപ്പ് വെള്ളം. അതൊന്നും കളയല്ലേ, അതെല്ലാം നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കാൻ നേരം നമുക്ക് എടുക്കേണ്ടതാണ്. അപ്പം നമുക്കിനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. കാരണം ഇച്ചിരി കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ, അതുകൊണ്ട് അത് പെട്ടെന്ന് തീരും. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടായി വന്നതിന് ശേഷം കടുകിട്ട് അത് പൊട്ടി വന്നതിന് ശേഷം കരിയാപ്പില ഇട്ടു. അത് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി കായപ്പൊടി ഇട്ട് കൊടുക്കുക. അത് മൂത്ത് വന്നതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ച് വന്നതിന് ശേഷം നമുക്കതിനകത്തോട്ട് അല്പം അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അച്ചാർ പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് അതിനകത്തോട്ട് ഒന്ന് ഇട്ട് അതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പിഞ്ച് ഉലുവാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാമേ. അപ്പോൾ നമുക്ക് മാങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാമേ. അപ്പം ഞാൻ ഇതിനകത്ത് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർത്തിട്ടില്ല. അതുപോലെ മാങ്ങ ഞാൻ വലിപ്പത്തിലാണ് അരിഞ്ഞേക്കുന്നത്. കാരണം ഉപ്പിലിട്ടേക്കുന്നത് കൊണ്ട് നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വലിപ്പത്തിൽ തന്നെ മാങ്ങ അരിഞ്ഞിട്ടുണ്ട്. ഇത് ഇതിനകത്തൊന്ന് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാമേ. ഇട്ടൊന്ന് അടച്ച് വെച്ചതിന് ശേഷം തുറന്നിട്ടുണ്ട്. നമ്മുടെ മാങ്ങാച്ചാർ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മാങ്ങാച്ചാറിനകത്തോട്ട് ഒരല്പം വിനാഗിരിയും കൂടെ, 1 സ്പൂൺ വിനാഗിരിയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം. ഇതിനകത്ത് ഞാൻ ഉപ്പൊന്നും ഇനിയും ചേർക്കുന്നില്ല. കാരണം ഉപ്പിലിട്ട മാങ്ങയായതുകൊണ്ട് ഓൾറെഡി ഇതിനകത്ത് നല്ലതായിട്ട് ഉപ്പുണ്ട്. അതുകൊണ്ട് ഉപ്പൊന്നും ഞാൻ ചേർക്കുന്നില്ല. അപ്പം നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, പഴുത്ത മാങ്ങ അച്ചാർ. അപ്പോൾ പഴുത്ത മാങ്ങ ഉപ്പിലിട്ടതൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.